ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു പ്രത്യേക കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ കുറേയേറെ നാളായല്ലോ വീഡിയോ ഒന്നും ഇടാതായിട്ട്. അതിന് കാരണം നമ്മുടെ വള്ളം കരക്ക് കയറ്റിയിരിക്കുകയായിരുന്നു. വള്ളം ഒത്തിരി നാൾ, ഇപ്പോൾ ഒരു 10 വർഷത്തോളമായി അത് വെള്ളത്തിൽ തന്നെ കിടക്കുന്നതിന് പല കേടുകളും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി, പുതിയതാക്കുന്നതിന് വേണ്ടി നമ്മൾ കരക്ക് കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതാണ് വീഡിയോ ഒന്നും വരാതെ. അപ്പോൾ ഇപ്പം നമ്മളത് പണി തുടങ്ങി. ആ പണിയൊക്കെ കാണിച്ചു തരാം. നമ്മുടെ വള്ളത്തിൻ്റെ പണി എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അങ്ങോട്ട് പോകാം. അത് ഫൈബർ ചെയ്യുന്നതിന് വേണ്ടി അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുക. മുകേഷാണ് നമ്മുടെ വള്ളം പുതിയതാക്കുന്നത്. പക്ഷേ അതൊക്കെ ഒന്ന് മാറ്റണം. നമ്മുടെ വള്ളം പണിയുന്നത് മുകേഷാണ്, കൈനേരിലുള്ളതാണ്. അപ്പോൾ അപ്പുറത്ത് വള്ളം പണിയാൻ വന്ന് അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പം മുകേഷ് പണി തരാമെന്ന് പറഞ്ഞു, നല്ല കണ്ടീഷൻ പുത്തൻ വള്ളമാക്കി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുകേഷിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ വള്ളത്തിൻ്റെ 2 വള്ളമാണ് നമുക്കുള്ളത്. അതിൽ രണ്ടും ഒരേപോലെ തന്നെയാണ് നമ്മൾ മേടിച്ചതും വെള്ളത്തിൽ കിടന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതിന് കോതൊക്കെ തുള വീണിട്ടുണ്ടായിരുന്നു. ദേ കണ്ടോ, ഇവിടെയൊക്കെ തുള വീണ് കിടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ വെള്ളം അകത്തോട്ട് കയറത്തില്ല. കണ്ടോ, ഇങ്ങനെ കിടപ്പുണ്ട്. ഇനിയിപ്പം നമ്മുടെ സീസൺ ആകുകയല്ലേ, വെള്ളമൊക്കെ റിപ്പയർ ചെയ്തില്ലെങ്കിൽ പിന്നീട് അത് അന്നേരം തകരാറായാൽ നമുക്ക് കുഴപ്പമില്ലേ. അതുകൊണ്ടാണ് നമ്മളിത് പുതിയതാക്കുന്നത്. പണി നടക്കട്ടെ. കണ്ടോ, അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുക. അടുത്തൊക്കെ നിൽക്കാനൊക്കെ ഇല്ല, ഭയങ്കര പൊടിയാണ്. ദേശം മൊത്തം മൂടിക്കെട്ടി അവർ സ്ഥിരം പണി ചെയ്യുന്നതായതുകൊണ്ട് അപ്പം മുകേഷ് നമ്മുടെ വള്ളത്തിൻ്റെ പുറത്ത് കുട്ടിയിട്ട് പാച്ച് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി എന്നാ മുകേഷ് ഇതിന്? ഇനി നമുക്ക് കളർ അടിക്കാന്നുള്ള ഇതാണ് അടുത്ത കോട്ടിങ്, ഫൈബറിൻ്റെ കോട്ടിങ് അടിക്കാനുള്ള ഇതാണ്. ഇനിയിപ്പോൾ നമ്മളിത് മുകേഷ് പറയുന്നത് ഫൈബറിൻ്റെ കോട്ടിങ് അടിക്കാനാണ് പ്ലാൻ. ഇനി പുറത്തെ പണി കഴിഞ്ഞു. ചെറിയ ചെറിയ പാച്ച് വർക്കുകളെല്ലാം ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ വള്ളത്തിൻ്റെ 2 കോതായിരുന്നു വിഷയം, അതെല്ലാം കണ്ടീഷൻ ചെയ്തു. ഇനി പുറത്ത് നമ്മൾ ഫൈബറിൻ്റെ കോട്ടിങ് അടിച്ചു കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു വെക്കുക, അകത്തെ പണി ചെയ്യുക. നമ്മുടെ വള്ളത്തിൻ്റെ അകവശം ഇനിയിപ്പം അടിക്കാൻ പോകുന്നു. ഫൈബർ ഒട്ടിച്ച് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്യുകയാണ്. കണ്ടോ, നമ്മളെ ഈ വെള്ളം എല്ലാം തെളിഞ്ഞ് ഇവിടുത്തെ ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം പോയി കിടക്കുന്നതാണ്. ഇതിനി ഇതുകൊണ്ട് അടിച്ച് ക്ലിയർ ചെയ്ത് വീണ്ടും ഫൈബർ ചെയ്യാൻ പോവുകയാണ് അകവശം. അപ്പോൾ പുറം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അകവശമാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ വയ്യ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം കാണിക്കുക. ഓക്കെ. നമ്മുടെ വള്ളത്തിൻ്റെ 2 വള്ളത്തിൻ്റെ പണികൾ കഴിഞ്ഞ് നല്ല ക്ലിയറാക്കി. വെള്ളം പുതിയതുപോലെ തന്നെയാക്കി. ഇപ്പം നമ്മുടെ വള്ളം പുത്തൻ വെള്ളമാണ്. ഇനി ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കുകയാണ്. അപ്പോൾ വെള്ളത്തിലേക്ക് ഇറക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യുകയാണ്. ഇനിയും നമുക്ക് വെള്ളത്തിലിറങ്ങിയിട്ട് ബാക്കി കാര്യമാണ്. ഓക്കെ, നമ്മുടെ വള്ളം 2ഉം നമ്മൾ വെള്ളത്തിലിറക്കി സൈഡിൽ കെട്ടിയിട്ടിട്ടുണ്ട്. എല്ലാം കണ്ടീഷൻ വെള്ളമായി, പുത്തൻ വെള്ളമായി. ഇനിയിപ്പം ആറ്റി ഷട്ടർ തുറന്ന് ആറ്റി വെള്ളം കൂടിയിട്ടുണ്ട്. ഇനിയും നമ്മൾ പണിക്ക് പോകാൻ തുടങ്ങും. മീൻ പിടിക്കുന്ന വീഡിയോകൾ നമ്മൾ പുറകെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ.